ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രൻ്റെ നിന്ന് സംശയിക്കുന്ന ഒരു ബോഡി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അവിടെ പോലീസുകാർ പ്രശ്നങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് ബോഡി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് നമ്മുടെ വിഷ്ണുവോടും അച്ഛനോടും അമ്മയോടും അച്ഛമ്മയോടൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇതെല്ലാം പറഞ്ഞ് അവിടെ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഋതു ഇവിടെ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കിടന്ന് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാടി കയറി അഭിനയിക്കാവുന്ന സമ്മതിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നോട് പോലും നീ ഒന്നും അനുവാദം ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അച്ചുവിനോട് പറയാം. അപ്പം ഞാനത് നിന്നോട് ചോദിക്കണമായിരുന്നോ എന്ന് അച്ചു. വേണ്ടേ, ചോദിക്കണ്ടേ? അതെന്താ ഞാൻ ചോദിക്കേണ്ടത്? ദേ, ഞാനല്ലേ നിന്റെ ചേച്ചി. സാധാരണ ചേച്ചിമാർ അനിയത്തിമാരോട് അഭിപ്രായമൊക്കെ ചോദിക്കാറുണ്ടോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓ അങ്ങനെ, ഇപ്പം നീ അങ്ങനെയൊക്കെ എന്നെ കണ്ടേക്കണം അല്ലേ? അല്ലാതെ ചെയ്തതൊട്ടും ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നലൊന്നും നിനക്കില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം എൻ്റെ അഭിനയം ശരിയായില്ല എന്നാണോ, അതോ നിന്നോട് അനുവാദം ചോദിച്ചില്ല എന്നുള്ളത് ശരിയായില്ലെന്നാണോ? എന്താ നീ ഉദ്ദേശിച്ചേ? അഭിനയമൊക്കെ നല്ലത് തന്നെയായിരുന്നു. ആണോ? നല്ലതായിരുന്നോ? പക്ഷേ ആരാ നിന്റെ പേര്? ശ്രീഹരി. അതെനിക്ക് ഒട്ടും അങ്ങ് പിടിച്ചില്ല. അങ്ങനെ ഒരാളുടെ കൂടെ നീ അഭിനയിച്ചെന്നറിഞ്ഞാൽ സ്വാതിക്ക് എന്ത് തോന്നും? നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആ ഒരു പരസ്യത്തിലല്ലേ ഋതു ഞാൻ അഭിനയിക്കുന്നത്, വേറൊരാളുടെയും കൂടെ അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു കേട്ടോ. അതുമാത്രമല്ല, അഭിനയിക്കേണ്ട അവസ്ഥ അതെങ്ങനെ ഉണ്ടായതെന്ന് അച്ഛൻ ചോദിക്കുക. എല്ലാം അറിയാമായിരുന്നിട്ട് നീ ഇങ്ങനെ നിന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ദയവ് ചെയ്ത് ഷൂട്ടിംഗ് കഴിയുന്നത് വരെ എൻ്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ നമ്മുടെ അച്ചുവിന് വെള്ളം ഒക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം അനിയത്തിയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാണ് നമ്മുടെ അച്ചു. നിൻ്റെ ഉള്ളിലെ ദേഷ്യമൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പല്ലവി ചേച്ചി അഭിനയിച്ചതല്ലേ നിൻ്റെ പ്രശ്നം, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ദൈവത്തോട് നീ നന്ദി പറയുക വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. പല്ലവി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഷൂട്ടിംഗ് പോലും മടങ്ങി പോകുമായിരുന്നില്ലേ? അതൊന്ന് മുടങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എത്രയാണെന്ന് നിനക്ക് അറിയില്ലെന്ന് ചോദിച്ചു. അതുകൊണ്ട് കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ നോക്കുക. അല്ലാതെ ഏതിനും ഇങ്ങനെ കുറ്റം പറയാതെ അങ്ങനെ നീ നല്ല രീതിയിൽ നല്ല മനസ്സോടെ ചിന്തിച്ചാൽ നിൻ്റെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ അച്ചു അവിടെ നിന്ന് പോയി. ഋതുവിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഭയങ്കര കരച്ചിലുമായിട്ട് ബോഡി തിരിച്ചറിഞ്ഞിട്ട് വരുവാണ് രാജലക്ഷ്മി. അയ്യോ എൻ്റെ ഇന്ദ്രൻ, അമ്മേൻ്റെ ഇന്ദ്രൻ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും വിശ്വനൊക്കെ ഓടി വന്നിങ്ങനെ അമ്മയെ പിടിച്ച് താങ്ങി അവിടെ ഇരുത്തുക. അപ്പോഴേക്കും പോലീസുകാർ അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. പെട്ടെന്ന് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും ആ മേഡത്തിന് ഒരു കോള് വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബോഡി കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വീട്ടുകാരെ കൊണ്ടുവന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഫോണിൽ സംസാരിച്ച് അവർ ഫോൺ കട്ട് ചെയ്തു. ഇതേ സമയം ശോഭാമ്മ അവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി കരയുവാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഫോറൻസിക് പരിശോധനയും കാര്യങ്ങളും എല്ലാം കഴിയണം, എന്നാലേ അത് ഇന്ദ്രജിത്തിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. അമ്മ ഇങ്ങനെ കരയില്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവനിങ്ങനെ ഒരു ദുർഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അതും എൻ്റെ മോളുടെ കൈ കൊണ്ട് തന്നെ കൊലപാതകം നടത്തിയിരിക്കുന്നത്. പല്ലവിക്ക് എങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയല്ലോ എൻ്റെ ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ ഇരുന്ന് കാര്യം. ഒരിക്കൽ പോലും മക്കൾ എന്താണെന്നോ മക്കളുടെ മനസ്സെന്താണെന്നോ മനസ്സിലാക്കാൻ കഴിയാതെ എന്നും എടുത്തുചാട്ടമാണ് ശോഭാമ്മയ്ക്ക്. ഇത്തവണയും അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ അമ്മ ഇങ്ങനെ എൻ്റെ മോള് അവനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതെനിക്ക് 100% ഉറപ്പുണ്ടെന്ന് നമ്മുടെ പാറു ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ മോളെ അവൻ പുഴയിലേക്ക് വീണത്? ദൃക്സാക്ഷികൾ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം എന്തോ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു പാറു. ഞാൻ എന്തായാലും കേട്ടതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല എന്നും പാറു അങ്ങ് പറഞ്ഞു. അപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. തെളിവ് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പാറു പറയുക കേട്ടോ. ചേച്ചി ഒരിക്കലും അത് ചെയ്യില്ല. അമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചേച്ചിയെ കുറ്റക്കാരിയാക്കാൻ നോക്കരുത്. ചേച്ചിയാണ് കുറ്റക്കാരിയെന്ന് ഏതു നേരം പറഞ്ഞാലേ ചേച്ചി ഒരു പ്രതിയാകും. അമ്മയ്ക്ക് അറിയാമോന്ന് ചോദിച്ചു. ഒന്നുമില്ലെങ്കിലും അവളുടെ ഭർത്താവല്ലേ മരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അവനെ വലിച്ചെറിഞ്ഞതല്ലേ, പിന്നെ എങ്ങനെയാണ് അവൻ ചേച്ചിയുടെ ഭർത്താവാകുന്നത്? പിന്നെ നിയമത്തിൻ്റെ വഴിക്കങ്ങ് പോയിക്കോളും, ചേച്ചിയുടെ വഴിക്കും പോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാലും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അങ്ങനെ അമ്മയും മോളും കൂടി ഇതിനെപ്പറ്റി പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തായാലും ഇത് സംസാരിച്ച സമയത്ത് ശോഭ ചാടിക്കയറി നമ്മുടെ പാറുവിനോട് ദേഷ്യപ്പെടുക. അമ്മ, ഞാൻ ആ വിശ്വജിത്തിനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്തായെന്ന്. അപ്പോഴേക്കും അമ്മയ്ക്ക് കലി കയറി വിളിക്കരുതെന്നും പറഞ്ഞു. ഞാൻ അയാളെ വിളിച്ച് ഈ കാര്യം ഒന്ന് ചോദിക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ മിണ്ടി പോയേക്കരുത്, നീ കിട്ടിയ അവസരത്തിൽ അവനെ വിളിക്കാൻ പോവാണെന്ന് ചോദിച്ചു. ഞാൻ ആ വിവരം ഇപ്പോൾ പറഞ്ഞതാണ് ആ കുറ്റം, ഇങ്ങനെ ചാടി കടിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇനി മിണ്ടാതിരുന്നേനെന്ന് പറഞ്ഞു പാറു പറയുക. അപ്പോഴേക്കും പാറുവിൻ്റെ തല്ലാൻ ഭാഗത്തിന് ചെല്ലുവാണ്. അമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ വാശി പിടിക്കരുതെന്ന് പറഞ്ഞു. കാര്യങ്ങൾ
പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ നമുക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചു. അമ്മയും അതുപോലെ അച്ഛനും കൂടി ഇങ്ങനെ പാറുവിൻ്റെ നേരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു വിളിച്ചു നോക്കാൻ പറഞ്ഞു. കാരണം വിവരങ്ങൾ അറിയാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ സമയത്ത് നമ്മുടെ അച്ചുവും അതുപോലെ തന്നെ ഹരിയും കൂടെ അവിടെ അഭിനയിക്കുക. ഈ സമയത്ത് അതെ എനിക്ക് കുട്ടിയെ വലിയ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പം അതിനെന്താ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇവർ തമ്മിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുകയാണ്. ഈ ഇഷ്ടത്തിന് ഞാൻ എന്താ തരേണ്ടത്? അപ്പോൾ പൂർണിമ ടെക്സ്റ്റൈൽസിലെ ഈ സാരി പോലെ മനോഹരമായൊരു ജീവിതമെന്ന് അച്ചു ഹരിയോട് പറയുന്നു. അപ്പോൾ കോലക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിനെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുക. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് ഋതുവിൻ്റെ കിളി പോയി നിൽക്കുക. ഋതുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ അടുത്ത കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ അഭിനയിച്ച് നമ്മുടെ അച്ചു മടുത്ത് ഓടി വന്ന ഹരിയോട് അതെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഞാൻ എൻ്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചു. അയ്യോ അത് പരസ്യത്തിലല്ലേ, അതിനെന്താ അച്ചു ഇങ്ങനെ പറഞ്ഞു. ഓ അപ്പം നേരിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ സമ്മതമാണെന്ന് പറയില്ലല്ലേ? അയ്യോ അച്ചു അത് പിന്നെ എനിക്ക് അയ്യോ ഇങ്ങനെയൊക്കെ നമ്മുടെ ഹരി ഇങ്ങനെ ആകെ വല്ലാണ്ടിരിക്കുക. അച്ചു ചെന്ന് ഹരിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഹരിക്ക് ആകെ വെപ്രാളം കയറി. ഈ സമയത്ത് അച്ചു ഇങ്ങനെ ഞാനൊരു തമാശ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. ഈ സമയത്ത് അവരുടെ അഭിനയത്തിൻ്റെ ഷൂട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുന്നു. അതിന് ശേഷം പിന്നെ നമ്മുടെ സേതുവിൻ്റെയും അതുപോലെ തന്നെ പല്ലവിയുടെയും ഷൂട്ടിങ്ങാണ്. അവരുടെ സീനുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയം അതും അവർ നല്ല അടിച്ച് പൊളിച്ചല്ല സൂപ്പറാക്കി ചെയ്തു കേട്ടോ. അപ്പോൾ സാരി നന്നായി ചേരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ സാരിയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന് ശേഷം എല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്തു കേട്ടോ. ആ ഡയറക്ടർക്ക് ഇവരുടെ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഋതുവിന് ഇതൊക്കെ കണ്ട് കലി കയറിയിട്ട് പാടില്ല. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പല്ലവി ചോദിക്കുന്നുണ്ട് ഇന്ദ്രനെ പറ്റി വല്ല വിവരമുണ്ടോ എന്ന്. പല്ലവിക്കാണ് ടെൻഷൻ കയറിയിട്ടേ ഒരു രക്ഷയില്ല. അങ്ങനെ അവർ അഭിനയത്തിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോലീസ് വരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പല്ലവിയുടെ കൈ വിട്ടുപോയി. പല്ലവി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ഒരുത്തനെ പിടിച്ച് കുളത്തിലേക്ക് പുഴയിലിട്ട് തള്ളിയിട്ട് കൊന്നിട്ട് ഇവിടെ ഭയങ്കര അഭിനയമൊക്കെയാണല്ലേ, അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് ഈ പോലീസുകാരി വന്ന് ചോദിക്കുവാണ് ഈ പല്ലവിയോട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് നോക്കുക. വാ നമുക്ക് സ്റ്റേഷൻ വരെ പോകണമെന്ന് പറഞ്ഞു. മേഡം പല്ലവി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മേഡം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാമെന്ന് സേതുവിനോട് എസ് ഐ പറയുക. ഞങ്ങളെ അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്ന് ആ മേഡം പറയാം. അങ്ങനെ പല്ലവിയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോണു. എല്ലാവരും പിന്നാലെ പോവുകയാണ്. ഈ സമയത്ത് അച്ഛനും ഓടി വന്നു. അച്ഛാ എന്ന് പറഞ്ഞു പല്ലവി അച്ഛനെ പിടിച്ചു ഭയങ്കര കരച്ചിൽ. സേതു നിസ്സഹായനായിട്ട് നിൽക്കുക. അച്ഛൻ ക്ഷമിക്കണം എന്നോട് എന്ന് പറഞ്ഞു പല്ലവി പറയുമ്പോൾ പല്ലവി താനതിനെ ഇങ്ങനെ കരയുന്നേ, അറിഞ്ഞുകൊണ്ട് താനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഞങ്ങളല്ലേ കൂടെയുള്ളതോ, എല്ലാം ശരിയാകുമെന്നും പറഞ്ഞുകൊണ്ട് സേതു സമാധാനിപ്പിക്കും. വെറുതെ നിന്ന് ചിരിക്കുമോ കേട്ടോ, വാ ഒന്ന് കയറാൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ കൊണ്ടുപോകണു. ഈ സമയത്ത് എസ് ഐ ആയ സ്ത്രീയോട് നമ്മുടെ സേതു കാര്യങ്ങൾ ചോദിക്കുക. ഞങ്ങൾ കൊണ്ടുവരാം, എന്താ മേഡം ഇത്? അപ്പോൾ പ്രതികളെ പോലീസാണ് കൊണ്ടുപോകാറ്, അല്ലാതെ വീട്ടുകാരോ നാട്ടുകാരോ അല്ല എന്ന് മേഡം പറയൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പല്ലവിയെ പോലീസുകാർ കൊണ്ടുപോകുന്നത് കണ്ട് ആസ്വദിച്ച് നിൽക്കുക ഋതിക. മേഡം കാര്യങ്ങളെല്ലാം പറഞ്ഞു. സേതു ഞങ്ങൾക്ക് പല്ലവിയോട് പ്രത്യേക ദേഷ്യമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ദ്രജിത്തിൻ്റേത് എന്ന് സംശയിക്കുന്ന ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും അവർ ഞെട്ടിപ്പോയി. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേന് അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. അത് അയാളുടേത് തന്നെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ മേഡം ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് പല്ലവി തകർന്ന് നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ സേതു കാര്യങ്ങളെല്ലാം മേഡമായിട്ട് സംസാരിക്കുക. പക്ഷെ പല്ലവിയെ കൊണ്ടുപോകാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല, അവർ കൊണ്ടുപോകുകയാണ്. അപ്പോൾ പല്ലവിയെ പോലീസുകാർ കൊണ്ടുപോയി. ഇതൊക്കെ കണ്ട് നമ്മുടെ ഋതിക വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സേതു ആകെ നിസ്സഹായനായിട്ട് നിൽക്കുക. സേതുവിനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അങ്ങനെ നമ്മുടെ പല്ലവിയെ പോലീസുകാർ കൊണ്ടുപോകുന്നത് എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ദൈവമേ ഇതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പേടിക്കണം അവളെ. ഒരാളെ കൊന്നിട്ട് വന്ന് നിന്ന് അഭിനയിച്ചത് കണ്ടില്ലേ, അവൾ മിടുക്കിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നെ ഇതിനെ സമ്മതിച്ച് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഋതിക കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. പക്ഷേ ഇതൊന്നും അവിടെ അങ്ങ് ഏൽക്കുന്നില്ല. ഋതികയ്ക്ക് ഇതൊന്നും ഏൽക്കുന്നില്ല. ഇച്ചിരി കൂടി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഋതിക ആഗ്രഹിക്കുന്നത്. സമയം പിന്നെ കാണിക്കുന്ന പൊന്നുമടത്തിൽ എല്ലാവരും ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ചിരിക്കും. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ അച്ചുവും ഋതികയും പോയിട്ട് വരുന്നത്. അപ്പോൾ അറിഞ്ഞില്ലേ അമ്മ വിശേഷങ്ങൾ? കൊലപാതകം ചെയ്തത് പല്ലവിയാണെന്ന് അറിഞ്ഞാൽ പല്ലവിയെ പോലീസുകാർ കൊണ്ടുപോകും, അറസ്റ്റ് കൊണ്ടുപോകും, പിന്നെ കോടതി, ജയില്, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഋതിക പറയാം. ഭർത്താവിനെ പുഴയിൽ തള്ളിയിട്ട് കൊന്ന കൊലയാളി സ്ത്രീ താമസിച്ച വീട്, പിന്നെ അതായിരിക്കുമല്ലോ നമ്മുടെ ലേബല്. എൻ്റെ ഈശ്വരാ അധികം താമസിയാതെ പൊന്നുമ്മടം വാർത്തകളിൽ നിറയില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ടതേ സ്വാതിയും അവിടെ ഇരുന്ന ഒരു മക സംസാരം. ഇതൊക്കെ ആയിട്ട് നമ്മുടെ പൂർണ്ണിമയ്ക്ക് ഭയങ്കരമായിട്ട് കലിപ്പ് കയറി മക്കളെ ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കുക. കാരണം
ഒറ്റകളുടെ നാവിൽ നിന്ന് വീഴുന്നത് ഒരിക്കലും മര്യാദയുള്ള വാക്കുകളല്ലല്ലോ. മര്യാദകേട് എവിടെയുണ്ടോ അവിടെയുണ്ട് സ്വാതിയും ഹൃതികയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പൂർണ്ണിമയ്ക്ക് ദേഷ്യം വരും. പൂർണ്ണിമ എന്നിട്ട് കൊലിപ്പിച്ച് ഇങ്ങനെ സ്വാതിയെ നോക്കിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാം. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. എല്ലാവരുടെയും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.